മനുഷ്യ ചരിത്രത്തിൽ സ്വർണത്തിന് എപ്പോഴും ഒരു സവിശേഷ സ്ഥാനമുണ്ട്. വെറും ഒരു ലോഹം എന്നതിലുപരി അത് സമ്പത്തിന്റെയും സുരക്ഷയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ആഭരണമായും കൈമാറ്റത്തിനുള്ള ഉപാധിയായും സ്വർണം ഉപയോഗിക്കപ്പെട്ടിരുന്നു. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധികളെയും പണപ്പെരുപ്പത്തെയും പ്രതിരോധിക്കുന്ന ഒരു മികച്ച നിക്ഷേപ മാർഗമായാണ് സ്വർണം കൂടുതലും ശ്രദ്ധ നേടുന്നത്. ഈ വർഷത്തിന്റെ ആദ്യ 6 മാസങ്ങളിൽ സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയ ഗണ്യമായ വർധനവ് ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴും സുരക്ഷിത നിക്ഷേപം തേടുന്നവരുടെ പ്രധാന ആശ്രയമായി സ്വർണം വീണ്ടും മാറി. ഈ പ്രവണതകൾ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിനെ കുറിച്ചുള്ള സമഗ്രമായ ഒരു ചർച്ചയ്ക്ക് വഴി തുറക്കുന്നുണ്ട്. സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിന്റെ പ്രാധാന്യം പ്രധാനമായും 4 കാരണങ്ങളാലാണ് ഊന്നി നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് പണപ്പെരുപ്പത്തിനെതിരെയുള്ള ഒരു ആവരണമാണ്. പണപ്പെരുപ്പം കൂടുമ്പോൾ കറൻസിയുടെ വാങ്ങൽ ശേഷി കുറയുന്നു. എന്നാൽ സ്വർണം അതിന്റെ മൂല്യം നിലനിർത്തുന്നതിൽ ചരിത്രപരമായി കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോൾ ആളുകൾ കറൻസി ഒഴിവാക്കി സ്വർണത്തിൽ നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നു. ഇത് സ്വർണത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായ പ്രതിസന്ധികളോ യുദ്ധങ്ങളോ സാമ്പത്തിക മാന്ദ്യമോ ഉണ്ടാകുമ്പോൾ നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് സ്വർണം. ഓഹരി വിപണി തകരുമ്പോൾ പലരും ഓഹരികൾ വിറ്റ് സ്വർണം വാങ്ങാൻ ശ്രമിക്കാറുണ്ട്. ഇത് സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും വില ഉയർത്തുകയും ചെയ്യുന്നു. ഓഹരികളുമായും ബോണ്ടുകളുമായും സ്വർണത്തിന് സാധാരണയായി ഒരു ബന്ധവുമില്ല. നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ 10% സ്വർണവും ബാക്കി ഓഹരികളും ബോണ്ടുകളുമാണെങ്കിൽ ഓഹരി വിപണി തകരുമ്പോൾ സ്വർണം നേട്ടമുണ്ടാക്കുകയും നിങ്ങളുടെ നഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ മൊത്തം നിക്ഷേപത്തിന്റെ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. US ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞപ്പോൾ സ്വർണ്ണവില ഉയരുന്നത് സാധാരണമാണ്. ഡോളറിന്റെ മൂല്യം കുറയുമ്പോൾ ഡോളർ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നത് കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട്. ഇത് സ്വർണത്തിന്റെ ആഗോള ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നുമുണ്ട്. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2025 രണ്ടാം പകുതിയിൽ സ്വർണ്ണവിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അതോടൊപ്പം സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ സ്വർണം 0 മുതൽ 5% വരെ നേട്ടമുണ്ടാക്കിയേക്കാം. സാമ്പത്തിക സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുകയും പണപ്പെരുപ്പം, സാമ്പത്തിക മാന്ദ്യം, തൊഴിലില്ലായ്മ എന്നിവ ഒരുമിച്ച് വരുന്ന സ്റ്റാഗ്ഫ്ലേഷൻ പോലുള്ള അവസ്ഥകളും ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും രൂക്ഷമാവുകയാണെങ്കിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് ഗണ്യമായി വർദ്ധിക്കുകയും വില 10 മുതൽ 15% വരെ ഉയരുകയും ചെയ്യാം. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ, അതായത് സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും പലിശ നിരക്കുകൾ ഉയർത്തുകയും ചെയ്താൽ നിക്ഷേപകർ സ്വർണത്തിൽ നിന്നും മറ്റ് ആസ്തികളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇത് സ്വർണ്ണവിലയിൽ 12 മുതൽ 17% വരെ ഇടിവുണ്ടാക്കിയേക്കാം. ഈ പ്രവചനങ്ങൾ സ്വർണത്തിൽ നിക്ഷേപിക്കുമ്പോൾ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരമ്പരാഗതമായി സ്വർണ്ണാഭരണങ്ങളോ നാണയങ്ങളോ വാങ്ങുന്ന രീതിക്ക് പുറമെ ഇന്ന് കൂടുതൽ സുരക്ഷിതവും ലാഭകരവുമായ നിരവധി മാർഗങ്ങൾ ലഭ്യമാണ്. ഏറ്റവും പ്രധാനമായി സോവറിൻ ഗോൾഡ് ബോണ്ടുകളാണ്. എന്താണ് ഇത്? ഭൗതിക സ്വർണത്തിന് പകരം സർക്കാർ പുറത്തിറക്കുന്ന കടപ്പത്രങ്ങളാണിത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇത് വിൽക്കുന്നത്. അതോടൊപ്പം സർക്കാർ ഗ്യാരണ്ടി ഉള്ളതിനാൽ സുരക്ഷ ഉറപ്പുമാണ്. സ്വർണ്ണവിലയിലെ വർധനവിന് പുറമെ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് 2.5% വാർഷിക പലിശ ലഭിക്കും. 8 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി പിൻവലിച്ചാൽ മൂലധന നേട്ടത്തിന് നികുതിയില്ല. അതോടൊപ്പം 8 വർഷം കാലാവധി, 5 വർഷത്തിന് ശേഷം മാത്രമേ നിക്ഷേപം പൂർണ്ണമായും പിൻവലിക്കാൻ സാധിക്കൂ. അടുത്തതായി ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ്. ഭൗതിക സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന ഒരുതരം മ്യൂച്വൽ ഫണ്ടുകളാണിത്. ഓരോ യൂണിറ്റും ഏകദേശം 1 ഗ്രാം സ്വർണത്തിന് തുല്യമാണ്. ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് ഓഹരികൾ വാങ്ങുന്നത് പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ എളുപ്പത്തിൽ വ്യാപാരം ചെയ്യാം. ഇവയുടെ വില സ്വർണത്തിന്റെ യഥാർത്ഥ വിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫിസിക്കൽ ഗോൾഡിനുള്ള പണിക്കൂലി, സംഭരണ ചെലവുകൾ എന്നിവ ഇതിന് ബാധകമല്ല. ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമാണ്. ഫണ്ടിന്റെ ചിലവുകൾ എക്സ്പെൻസ് റേഷ്യോ ആയി ഈടാക്കും. അടുത്തതായി ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളാണ്. ഗോൾഡ് ETF യൂണിറ്റുകളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളാണിത്. ഫണ്ട് മാനേജർമാരാണ് ഇവ കൈകാര്യം ചെയ്യുന്നത്. ഡിമാറ്റ് അക്കൗണ്ടുകൾ ഇല്ലാത്തവർക്കും നിക്ഷേപിക്കാം. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ ചെറിയ തുകകളായി ചിട്ടയായ രീതിയിൽ നിക്ഷേപിക്കാൻ ഇത് സഹായിക്കുന്നു എന്നതാണ്. ETF-നേക്കാൾ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും. ഫണ്ട് മാനേജർമാരുടെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ച് റിട്ടേൺ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഫിസിക്കൽ ഗോൾഡ് അഥവാ ആഭരണങ്ങൾ, നാണയങ്ങൾ, കട്ടികൾ. എന്താണ് ഇത്? സ്വർണ്ണാഭരണങ്ങളോ നാണയങ്ങളോ ബാറുകളോ നേരിട്ട് വാങ്ങുന്ന രീതിയാണിത്. ഏറ്റവും പഴക്കം ചെന്ന രീതി എന്ന് പറയാം. എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കും.
ഭൗതികമായി കൈവശം വെക്കാം. അതോടൊപ്പം ഇത് നിക്ഷേപത്തിന്റെ മൂല്യം കുറയ്ക്കുന്നുണ്ട്. വിൽക്കുമ്പോൾ ഈ പണം നഷ്ടമാവുകയും ചെയ്യും. മോഷണം പോകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. സ്വർണത്തിന്റെ ശുദ്ധത ഉറപ്പാക്കുന്നതിന് ബുദ്ധിമുട്ടുമാണ്. സ്വർണം എന്നതൊരു നിക്ഷേപ ഉപാധി എന്ന നിലയിൽ ആകർഷകമാണ്. എന്നാൽ എല്ലാ മുട്ടകളും ഒരൊറ്റ കുട്ടയിൽ ഇടരുതെന്ന നിക്ഷേപ തത്വം സ്വർണത്തിന്റെ കാര്യത്തിലും പ്രസക്തമാണ്. നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോയുടെ 5 മുതൽ 10% മാത്രം സ്വർണത്തിൽ നിക്ഷേപിക്കുക എന്നതാണ് വിദഗ്ധർ നൽകുന്ന ഉപദേശം. ഈ പരിധി വിട്ട് ഒരു വലിയ തുക സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് അപകടകരമായേക്കാം. ഇന്ന് ലഭ്യമായ ഡിജിറ്റൽ നിക്ഷേപ മാർഗങ്ങളായ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ, ഗോൾഡ് ETF-കൾ, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവ ഭൗതിക സ്വർണം വാങ്ങുന്നതിനേക്കാൾ മികച്ച ഓപ്ഷനുകളാണ്. നികുതി, സുരക്ഷാ ചിലവ് തുടങ്ങിയ കാര്യങ്ങളിൽ ഇവ ഫിസിക്കൽ ഗോൾഡിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും അനുസരിച്ച് ഈ മാർഗങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുത്ത് വിവേകപൂർവ്വം നിക്ഷേപിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്കും സുരക്ഷയ്ക്കും സഹായകമാകും.